നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോളി സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിറങ്ങളുടെ ഉത്സവമായിട്ടുള്ള ഹോളിക്ക് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടൊരു കിടുക്കാച്ചി ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്തേക്കാം. അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൽ വൈറ്റ് കളർ പെയിൻറ്റ് ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു കോമ്പസും പെൻസിലും വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. കോമ്പസ് ഒന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്രമോ മൂടിയോ കമിഴ്ത്തി വെച്ചിട്ട് വരച്ചാലും മതി. ഇനി ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഹാപ്പി ഹോളി എന്ന് എഴുതി കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഹോളി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു പെൻസിൽ വെച്ചിട്ട് ഇതിൽ ചെറുതായിട്ട് ഡിസൈൻസ് വരച്ചു കൊടുക്കുകയാണ്. പെൻസിൽ വെച്ച് വരയ്ക്കായതുകൊണ്ട് ഇതിലെ ലൈൻസ് ഒന്നും അത്ര ക്ലിയർ അല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ ഡിസൈൻ്റെ അകത്തും പെയിൻറ് ചെയ്യും. ആ സമയത്ത് ഡിസൈൻസ് ഒക്കെ നല്ലോണം കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. സെൻറ്ററിൽ എന്തെങ്കിലും ഒരു കോഡ്സ് എഴുതിയിട്ട് അതിന് ചുറ്റും കളർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ചെറിയ ഷേപ്പിൽ ഡിസൈൻസ് പോലെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ റെഡ് കളർ പെയിൻ്റാണ് എടുക്കുന്നത്. ഓരോ ഡിസൈൻ്റെ അകത്തും ഡിഫറെൻറ്റ് കളർ പെയിൻറ്റ്സ് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ അത് ആ ഷേപ്സൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇത് മാക്സിമം കളർഫുൾ ആക്കാന്നാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ ആദ്യം റെഡ് കളർ വെച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷമാണ് അടുത്ത കളർ എടുക്കുന്നത്. കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. കഴിവതും ഡാർക്കും ലൈറ്റും കളേഴ്സ് അടുത്തടുത്ത് വരാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമേ ആ കളേഴ്സ് അത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. ഞാനിതിൻ്റെ 4 സൈഡിലും റെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബ്ലൂ ആണ് എടുക്കുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി ഗ്രീൻ കളറാണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുവരെ എല്ലാം ഡാർക്ക് കളേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്കൊരു ലൈറ്റ് കളർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ചധികം കളേഴ്സ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു 4 കളേഴ്സ് എടുക്കുന്നുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ. അതോടൊപ്പം തന്നെ 2 ഇയർബഡ്സും. ഇതിന് നമുക്കൊന്ന് ബോർഡർ ചെയ്യണം. അതിനായിട്ടാണ് ഇത്രയും കളേഴ്സ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു സൈഡ് കൊണ്ട് ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് യെല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇയർബഡ്സ് വെച്ചിട്ട് ബ്ലൂവും റെഡും ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതുപോലെ തന്നെ ഈ 4 കളേഴ്സ് വെച്ചിട്ട് ഈ സർക്കിൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റെഡ് കളർ വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബോട്ടിലിൻ്റെ മുകൾ വശത്തും ചെയ്തു കൊടുക്കാം. ഞാൻ ഒരു ലെയർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് ഈ റെഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഴയൊരു ടൂത്ത് ബ്രഷ് വേണം. ഇനി ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ കവർ ചെയ്ത് കൊടുക്കാം. ഇനി ബ്രഷ് വെച്ചിട്ട് ഓരോ കളേഴ്സായിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ബാക്കി വരുന്ന സ്പേസിൽ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് റെഡ് കളർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ബ്ലൂ, അപ്പോൾ ദാ നമ്മുടെ ഹോളി സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് എൻ്റെ പിക്സ് അയച്ചു തരണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സജഷൻസ് വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ഹോളി. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.